1999 മെയ് 26 അമേരിക്കയിലെ മിന്നസോട്ട സ്റ്റേറ്റിലുള്ള മ്യൂസ് ലേക്ക് കൺവീനിയൻസ് സ്റ്റോറാണ് സ്ഥലം. രാത്രി 12 മണിയോടെ ആ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് ഒരു കസ്റ്റമർ വന്നു. പക്ഷേ അവിടെ ഡ്യൂട്ടിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം കാത്തു നിന്നിട്ടും ആരും വരാത്തതിനാൽ സാധനങ്ങളൊന്നും വാങ്ങാതെ അദ്ദേഹം തിരിച്ചു പോവാൻ തയ്യാറെടുത്തതായിരുന്നു. അപ്പോഴായിരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. ക്യാഷ് ചെസ്റ്റ് ഓപ്പണായി തന്നെ കിടക്കുന്നു. ഏതോ കസ്റ്റമർ സാധനങ്ങൾ വാങ്ങിച്ചതിനു ശേഷം കൊടുത്ത ക്യാഷും അതിന്റെ ബില്ലും ക്യാഷ് കൗണ്ടറിന് മുകളിൽ തന്നെ വെച്ചിരിക്കുന്നു. ആ സ്റ്റോറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വ്യക്തിയുടെ കാറിന്റെ കീയും വാലറ്റുമെല്ലാം അവിടെ തന്നെയുണ്ട്. പക്ഷേ ആരെയും കാണുന്നില്ല. ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അവിടെ സാധാരണയായി രാത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടാവാറുള്ളത് എന്ന് വന്ന കസ്റ്റമറിന് അറിയാമായിരുന്നു. മിക്ക ദിവസങ്ങളിലും അവൾ ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്കുണ്ടാവാറുള്ളൂ. ഇതോടെ അവളെ ആരെങ്കിലും അപായപ്പെടുത്തിയിരിക്കുമോ എന്നുള്ള ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അദ്ദേഹം ഉടനെ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കകം പോലീസ് ആ കൺവീനിയൻസ് സ്റ്റോറിലെത്തുകയും അതിന്റെ നടത്തിപ്പുകാരനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അദ്ദേഹം നൽകിയ വിവരങ്ങളനുസരിച്ച് കാറ്റി എലിസബത്ത് പോയർ എന്ന പെൺകുട്ടിയായിരുന്നു അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്നത്. വളരെ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന കാറ്റി ഇങ്ങനെ സ്റ്റോർ തുറന്നിട്ടിട്ടൊന്നും പോവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. കാറ്റിക്ക് എന്തു സംഭവിച്ചു എന്നറിയുന്നതിനായി ആ സ്റ്റോറിനകത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ക്യാമറകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇതോടെയാണ് അവൾ കടത്തപ്പെട്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായത്. രാത്രി 11:40 ന്യൂയോർക്ക് യങ്കീസ് എന്ന ബേസ്ബോൾ ടീമിന്റെ 23-ാം നമ്പർ ജേഴ്സിയും ബേസ്ബോൾ ക്യാപ്പും ഒരു ബ്ലൂ ജീൻസും ധരിച്ച വ്യക്തി കാറ്റിയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി ആ സ്റ്റോറിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആ സെക്യൂരിറ്റി ക്യാമറയിലെ ഫുട്ടേജിൽ വ്യക്തമായി കാണുന്നുണ്ട്. ആരായിരുന്നു കാറ്റിയെ കടത്തിക്കൊണ്ടുപോയത്? അവൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ കാറ്റി പോയർ ഹയർ സ്റ്റഡീസിന് ക്രിമിനൽ ജസ്റ്റിസ് ഒരു സബ്ജക്റ്റായി തിരഞ്ഞെടുത്തത് ഒരു പോലീസ് ഓഫീസർ ആവണമെന്ന ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ്. അടുത്തുള്ള കമ്മ്യൂണിറ്റി കോളേജിൽ ജോയിൻ ചെയ്തതിനോടൊപ്പം തന്നെ പഠനത്തിനുള്ള തുക കണ്ടെത്തുന്നതിനായി പാർട്ട് ടൈം ജോബിന് പോവാനും അവൾ തീരുമാനിച്ചു. അങ്ങനെയാണ് മിനസോട്ടയിലെ മ്യൂസ് ലേക്കിനടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോറിലേക്ക് അവൾ ജോലിക്ക് പോയി തുടങ്ങിയത്. ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള കൺവീനിയൻസ് സ്റ്റോർ ആയിരുന്നു അത്. രാത്രി സമയത്ത് ഒരാൾ മാത്രമേ അവിടെ ഡ്യൂട്ടിക്കുണ്ടാവാറുള്ളൂ. കോളേജ് കഴിഞ്ഞാണ് കാറ്റി ജോലിക്കെത്താറുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും നൈറ്റ് ഷിഫ്റ്റിന് കാറ്റി പോയർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാറ്റി രാത്രി തനിച്ച് ജോലി ചെയ്യുന്നത് അവളുടെ അമ്മ പാം പോയറിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ സുരക്ഷയെ കരുതിയാണ് രാത്രി ജോലിക്ക് പോകുന്നത് പാം പോയർ എതിർത്തത്. എന്നാൽ മ്യൂസ് ലേക്ക് ഏരിയ സ്ഥിരമായി ആളുകൾ വന്നു പോകുന്ന സേഫ്റ്റിയായ സ്ഥലമാണെന്നും അമ്മ പേടിക്കാതിരിക്കൂ എന്നും പറഞ്ഞാണ് കാറ്റി അവിടെ ജോലി തുടരാൻ തീരുമാനിച്ചത്. എന്നാൽ 1999 മെയ് 26 രാത്രി അവളുടെ അമ്മ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അന്ന് രാത്രി 11:40 അജ്ഞാതനായ ഒരു വ്യക്തി ആ സ്റ്റോറിലേക്ക് അതിക്രമിച്ചു കയറി വന്ന് കാറ്റി പോയറിനെ തട്ടിക്കൊണ്ടുപോയി. സെക്യൂരിറ്റി ക്യാമറയിലെ ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചപ്പോൾ കിഡ്നാപ്പിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലായെങ്കിലും 1999 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സെക്യൂരിറ്റി ക്യാമറകളിൽ നിന്നും അത്ര ക്ലാരിറ്റിയിലുള്ള വീഡിയോ ഫുട്ടേജുകളൊന്നും ലഭിക്കുമായിരുന്നില്ല. അതിനാൽ തന്നെ കിഡ്നാപ്പറിന്റെ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അയാളുടെ ലക്ഷ്യം പണമല്ല. കാരണം ക്യാഷ് ചെസ്റ്റ് ഉൾപ്പെടെ തുറന്നാണ് കിടന്നിരുന്നത്. അതിൽ നിന്നും പണം മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു കിഡ്നാപ്പിംഗ്? അത് കണ്ടെത്തുന്നതിനായി ആ കൺവീനിയൻസ് സ്റ്റോറിലെ വീഡിയോ ഫുട്ടേജുകൾ ഒന്നുകൂടി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. കാരണം ഈ കേസിൽ പോലീസുകാർക്ക് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു തെളിവ് ആ വീഡിയോ ഫുട്ടേജുകളാണ്. അതിൽ നിന്നും എന്തെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ കേസ് അന്വേഷണം മുന്നോട്ടു പോകൂ. കൺവീനിയൻസ് സ്റ്റോറിന് പുറത്തോ പെട്രോൾ സ്റ്റേഷനിലോ സെക്യൂരിറ്റി ക്യാമറകൾ ഇല്ലാത്തതിനാൽ അയാൾ വന്ന കാറോ രക്ഷപ്പെട്ട വഴിയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹൈവേയുടെ അരികിലായിരുന്നു ആ സ്റ്റോർ സ്ഥിതി ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കിഡ്നാപ്പർ കാറ്റിയുമായി അയാൾ വന്ന വാഹനത്തിൽ അതിവേഗം രക്ഷപ്പെട്ടിരിക്കുമെന്ന് ഉറപ്പാണ്. കിഡ്നാപ്പറിന്റെ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയുന്നതിനായി പോലീസ് അടുത്തുള്ള ഷോപ്പുകളിലെല്ലാം ചെന്ന് അന്വേഷണം നടത്തി. ഇതോടെ കാറ്റി ജോലി ചെയ്തിരുന്ന കൺവീനിയൻസ് സ്റ്റോറിന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന ഒരു സാൻഡ്വിച്ച് ഷോപ്പിലെ സ്റ്റാഫുകളിൽ ഒരാൾ നിർണായകമായ ഒരു മൊഴി നൽകി. കാറ്റി കടത്തപ്പെടുന്നതിന് 3 മണിക്കൂർ മുൻപ് ആ സാൻഡ്വിച്ച് ഷോപ്പിന്റെ പാർക്കിംഗ് ലോട്ടിൽ ഒരു ബ്ലാക്ക് കളർ പിക്കപ്പ് ട്രക്ക് നിൽക്കുന്നുണ്ടായിരുന്നു.
ആ വാഹനത്തിൽ വന്ന വ്യക്തിക്ക് സാൻഡ്വിച്ച് വാങ്ങാനൊന്നും ഉദ്ദേശമുണ്ടായിരുന്നില്ല. പകരം ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങുന്നത് സ്ത്രീകളാണെങ്കിൽ അയാൾ വാഹനത്തിന്റെ ഹോൺ അടിക്കുകയും ഹെഡ്ലൈറ്റുകൾ ഓണാക്കി ഡിമ്മും ബ്രൈറ്റും അടിച്ച് അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസുകാർക്ക് ലഭിച്ച മൊഴി. ഉടനെ തന്നെ ആ കൺവീനിയൻസ് സ്റ്റോറിലെ CCTV ഫുട്ടേജുകൾ പോലീസ് മൊഴിയെടുത്ത സാൻഡ്വിച്ച് ഷോപ്പിലെ സ്റ്റാഫിനെ കാണിച്ചു കൊടുത്തു. അതേ വ്യക്തിയെ തന്നെയാണ് ഞാൻ കണ്ടത് എന്നുകൂടി അയാൾ പറഞ്ഞതോടെ കിഡ്നാപ്പറിന്റെ വാഹനം ബ്ലാക്ക് കളർ പിക്കപ്പ് ട്രക്കാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു. ആ പിക്കപ്പ് ട്രക്കിന്റെ നമ്പറും സാൻഡ്വിച്ച് ഷോപ്പിലെ ജീവനക്കാരൻ നോക്കി വെച്ചിരുന്നുവെങ്കിലും പോലീസ് ചോദ്യം ചെയ്യാൻ എത്തിയപ്പോഴേക്കും അയാൾ ആ നമ്പർ മറന്നുപോയിരുന്നു. എന്നിരുന്നാലും ഒരു ഏകദേശ ഓർമ്മ വെച്ച് ആദ്യത്തെ 3 നമ്പർ 557 ആണെന്നും അവസാനത്തെ ലെറ്റർ Y എന്നാണെന്നും അയാൾ ഓർത്തെടുത്തു. ഇതോടെ ഈ ഡീറ്റെയിൽസ് വെച്ച് ആ ബ്ലാക്ക് കളർ പിക്കപ്പ് ട്രക്ക് ട്രാക്ക് ചെയ്യാമെന്നും കാറ്റി പോയറിനെ കണ്ടെത്താൻ കഴിയുമെന്നും പോലീസിന് പ്രതീക്ഷയുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ നൂറുകണക്കിന് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സും പോലീസുകാരും ഉൾപ്പെടെ കാറ്റി പോയറിനു വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കെടുത്തു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിട്ടും കിഡ്നാപ്പറിനെ കുറിച്ചോ അയാളുടെ വാഹനത്തെക്കുറിച്ചോ ഒരു വിവരവും ലഭിച്ചില്ല. ഇതോടെ കാറ്റി പോയറിനെ ജീവനോടെ രക്ഷിക്കാമെന്നുള്ള പോലീസുകാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു തുടങ്ങി. കിഡ്നാപ്പർ ഉപയോഗിച്ച പിക്കപ്പ് ട്രക്കിന്റെ ആദ്യത്തെ 3 നമ്പർ 557ഉം അവസാനത്തെ ലെറ്റർ വൈയുമാണെന്ന് പോലീസുകാർക്ക് അറിയാം. ഇടയിലുള്ള ചില നമ്പറുകളും ലെറ്റേഴ്സുമാണ് അറിയാത്തത്. രജിസ്ട്രേഷൻ നമ്പർ 557 തുടങ്ങി വൈയിൽ അവസാനിക്കുന്ന ബ്ലാക്ക് കളർ പിക്കപ്പ് ട്രക്കുകൾ എത്രയെണ്ണം മിനസോട്ടയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 100-ലധികം വാഹനങ്ങളുടെ ലിസ്റ്റാണ് ലഭിച്ചത്. അതിൽ ഓരോരുത്തരെയായി വിളിപ്പിച്ച് പോലീസ് അവരെയെല്ലാം ചോദ്യം ചെയ്തിട്ടും സംശയിക്കത്തക്കതായി ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞ കില്ലറിന്റെ വീഡിയോ എൻഹാൻസ് ചെയ്ത് അയാളുടെ മുഖം തിരിച്ചറിയുന്ന തരത്തിൽ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. ഓൾറെഡി ക്ലാരിറ്റി കുറവുള്ള വീഡിയോ ഫുട്ടേജ് എൻഹാൻസ് ചെയ്താൽ ക്വാളിറ്റി ഒന്നുകൂടി കുറയും, ഫോട്ടോ ക്ലിയറായി ലഭിക്കുകയുമില്ല. ഇതോടെയാണ് പോലീസ് നാസയുടെ സഹായം തേടിയത്. നാസയിലെ സയന്റിസ്റ്റായ ഡോക്ടർ ഡേവിഡിന്റെ പക്കലാണ് ഈ വീഡിയോ ഫുട്ടേജുകൾ ലഭിച്ചത്. പക്ഷേ വീഡിയോ ക്വാളിറ്റി വളരെ മോശമായിരുന്നതിനാൽ അത് ഒരു പരിധിവരെ മാത്രമേ ക്ലിയർ ആക്കിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ കിഡ്നാപ്പറിന്റെ ഉയരം 5 അടി 10 ഇഞ്ചാണെന്നും ഗോൾഡൻ കളർ മുടിയുള്ള അയാൾക്ക് 45 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാവും എന്നു തുടങ്ങിയുള്ള വിവരങ്ങൾ നാസ എൻഹാൻസ് ചെയ്തെടുത്ത വീഡിയോ ഫുട്ടേജിൽ നിന്നും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതോടെ ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് കിഡ്നാപ്പറിന്റെ ഒരു രേഖാചിത്രം വരച്ച പോലീസ് അത് പത്രങ്ങളിലൂടെയും പോസ്റ്ററുകളായും പൊതുജനങ്ങളുടെ മുന്നിലെത്തിച്ചു. ഇതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് 100 കണക്കിന് ഫോൺ കോളുകളാണ് വന്നത്. അതിൽ ധാരാളം പേർ ഒരേ വ്യക്തിയുടെ പേര് പറഞ്ഞത് പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഡൊണാൾഡ് ഡീൻ ക്രിസ്റ്റൻസൻ എന്ന ഒരു ക്രിമിനലിന്റെ പേരായിരുന്നു അത്. സെക്സ് ഒഫൻഡറായിരുന്ന ക്രിസ്റ്റൻസൻ ഒരു കേസിൽപ്പെട്ട് ജയിലിലായിരുന്നുവെങ്കിലും കാറ്റി മിസ്സിംഗ് ആയതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് അയാൾ പരോളിൽ പുറത്തിറങ്ങിയത്. പോലീസ് വരച്ച രേഖാചിത്രം കാണാൻ ക്രിസ്റ്റൻസനെ പോലെ ഉണ്ടായിരുന്നുവെങ്കിലും സാൻഡ്വിച്ച് ഷോപ്പിലെ ജീവനക്കാരൻ കണ്ടത് അയാളെയല്ല എന്ന് പറഞ്ഞതോടെ പോലീസുകാർ ആശയക്കുഴപ്പത്തിലായി. പോലീസുകാർക്ക് ലഭിച്ച മറ്റു ചില ഇൻഫർമേഷൻസും കാറ്റി പോയറിന്റെ ഡിസപ്പിയറൻസിന് പിന്നിൽ ഡൊണാൾഡ് ക്രിസ്റ്റൻസൻ അല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. ക്രിസ്റ്റൻസന്റെ ഇരു കൈകളിലും പല സ്ഥലത്തായി ധാരാളം ടാറ്റൂസ് ഉണ്ട്. എന്നാൽ കൺവീനിയൻസ് സ്റ്റോറിലെ സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞ കിഡ്നാപ്പറിന്റെ വീഡിയോ ഫുട്ടേജിൽ ഈ ടാറ്റൂസ് കാണുന്നില്ല. ഇതോടെ ഡൊണാൾഡ് ക്രിസ്റ്റൻസനെ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. വീണ്ടും ആയിരക്കണക്കിന് ലീഡുകൾ പോലീസുകാർക്ക് ലഭിച്ചിരുന്നുവെങ്കിലും ഒന്നും തന്നെ കിഡ്നാപ്പറിലേക്ക് എത്തിയില്ല. കാറ്റി പോയർ മിസ്സിംഗ് ആയി 3 ആഴ്ചകൾക്ക് ശേഷം എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. കാറ്റി പോയറിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്നായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത്. കാറ്റി പോയർ മിസ്സിംഗ് കേസിൽ പോലീസിന് ലഭിച്ച 1960-ാമത്തെ ലീഡായിരുന്നു അത്. മിനസോട്ട വെറ്ററൻസ് ഹോമിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് വിളിച്ചത്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വെറ്ററൻസ് ഹോമിൽ കെയർടേക്കറായി ഒരാൾ ജോലി ചെയ്തിരുന്നു, ഡൊണാൾഡ് ആൽബിൻ ബ്ലോം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡൊണാൾഡ് ജോലി ഉപേക്ഷിച്ചു പോയിരുന്നു. എന്തായിരുന്നു ജോലി ഉപേക്ഷിക്കാനുണ്ടായ കാരണമെന്ന് പോലും വെളിപ്പെടുത്താതെയാണ് അയാൾ പോയത്. പക്ഷേ കാറ്റി പോയർ മിസ്സിംഗ് ആയ വാർത്തകൾ വന്നതിനു ശേഷം ഡൊണാൾഡ് ബ്ലോമിനുണ്ടായ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് ഹെയർ സ്റ്റൈൽ മാറ്റി, താടി വെച്ച് നടന്നിരുന്ന അയാൾ ക്ലീൻ ഷേവ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഡൊണാൾഡിന് ന്യൂയോർക്ക് യങ്കീസ് ബേസ്ബോൾ ടീമിന്റെ ഒരു ജേഴ്സി ഉണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും അയാൾ അത് ധരിക്കാറുണ്ട്. എന്നാൽ കാറ്റി പോയർ കടത്തപ്പെട്ടതിനു ശേഷം ഡൊണാൾഡ് ആ ജേഴ്സി ധരിച്ചിട്ടേയില്ല. അതിന്റെ നമ്പർ എത്രയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. 23 ആണെങ്കിൽ കാറ്റി പോയറിന്റെ കിഡ്നാപ്പിംഗിന് പിന്നിൽ ഡൊണാൾഡ് തന്നെയാണ്. കാരണം പോലീസ് പുറത്തിറക്കിയ രേഖാചിത്രവുമായി ഡൊണാൾഡ് ബ്ലോമിന് നല്ല സാമ്യമുണ്ടായിരുന്നു. ഇതാണ് എമർജൻസി നമ്പറിലേക്ക് വിളിച്ച വ്യക്തി പറഞ്ഞത്.
ഉടനെ തന്നെ പോലീസ് ഡൊണാൾഡ് ആൽബിൻ ബ്ലോമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു അന്വേഷണം നടത്തി. 1949 ഫെബ്രുവരി 5 ജനിച്ച ഡൊണാൾഡ് ബ്ലോം 13 വയസ്സുവരെ അവന്റെ അച്ഛന്റെ പീഡനങ്ങൾ അനുഭവിച്ചാണ് വളർന്നത്. ഇത് ടീനേജ് പ്രായത്തിൽ തന്നെ അവനെ കടുത്ത മദ്യപാനിയാക്കി മാറ്റി. സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ ഡൊണാൾഡ് 1974 അവന്റെ 25-ാം വയസ്സിൽ തന്നെ ലൈംഗിക കുറ്റവാളിയായി മാറിക്കഴിഞ്ഞിരുന്നു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് റേപ്പ് ചെയ്തതിനു ശേഷം അവന്റെ കാറിന്റെ ട്രങ്കിനകത്തിട്ട് ലോക്ക് ചെയ്തു. പക്ഷെ ആ പെൺകുട്ടി ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തു. ഈ കേസിൽ ഡൊണാൾഡ് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായെങ്കിലും കുറച്ചു വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങി. അതിനുശേഷം 1983 2 ചെറിയ പെൺകുട്ടികളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കാടിനകത്തെത്തിച്ച് മരത്തിൽ കെട്ടിയിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ആ പെൺകുട്ടികളുടെ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ഒരു പോലീസ് ഓഫീസർ അവിടെ എത്തി. ഡൊണാൾഡിന്റെ കാർ നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് അത് അന്വേഷിക്കാനായിരുന്നു ആ പോലീസുകാരൻ കാടിനകത്തേക്ക് കയറിയത്. ഈ സമയത്താണ് 2 പെൺകുട്ടികൾ ഉറക്കെ കരയുന്ന ശബ്ദം അദ്ദേഹം കേട്ടത്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ആ പോലീസ് ഓഫീസർ എത്തിയപ്പോഴേക്കും ഡൊണാൾഡ് അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ആ പെൺകുട്ടികളുടെ മൊഴികൾ വെച്ച് കാറിന്റെ ഉടമയായ ഡൊണാൾഡിനെതിരെ പോലീസ് കേസെടുത്തു. 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ഡൊണാൾഡ് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുകയും റേപ്പ് അറ്റംപ്റ്റിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം മറ്റു ചില കിഡ്നാപ്പിംഗ് കേസുകളിലും മർഡർ കേസുകളിലും ഡൊണാൾഡ് സസ്പെക്ട് ആയിരുന്നുവെങ്കിലും ഒന്നിലും കുറ്റം തെളിയിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. വർഷങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഡൊണാൾഡ് വിവാഹം കഴിച്ചു. 4 കുട്ടികളുടെ അച്ഛനായി. മിനസോട്ടയിൽ തന്നെ ഉണ്ടായിരുന്ന വെറ്ററൻസ് ഹോമിൽ കെയർ ടേക്കറായി ജോലിക്ക് കയറി. ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് 1999 50-ാമത്തെ വയസ്സിൽ ഡൊണാൾഡ് വീണ്ടും ഒരു മിസ്സിംഗ് കേസിൽ സസ്പെക്ട് ആയത്. അതായിരുന്നു കാറ്റി പോയറിന്റെ മിസ്സിംഗ് കേസ്. കിഡ്നാപ്പറിനെ നേരിട്ട് കണ്ട സാൻഡ്വിച്ച് ഷോപ്പിലെ ജീവനക്കാരൻ ഡൊണാൾഡിനെ തന്നെയാണ് താനെന്ന് കണ്ടത് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുക കൂടി ചെയ്തതോടെ പോലീസ് ഡൊണാൾഡിനെതിരെ അന്വേഷണം ശക്തമാക്കി. കസ്റ്റഡിയിലെടുക്കാനും അയാളുടെ വീട് പരിശോധിക്കാനുമായിരുന്നു പോലീസ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അയാളുടെ വീട്ടിൽ നിന്നും യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുപോലെ കാറ്റിയുടെ കിഡ്നാപ്പിംഗിന് പിന്നിൽ താനല്ല എന്നും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയത്താണ് മ്യൂസിലേക്കിനടുത്തായി ഡൊണാൾഡിന്റെ ഉടമസ്ഥതയിൽ ഒരു വെക്കേഷൻ ഹോം ഉണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചത്. അവർ അവിടെയും വിശദമായ തിരച്ചിൽ നടത്തിയതോടെ ആ സ്ഥലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങിന് പുറകിലായി ഒരു വലിയ ഫയർ പിറ്റ് കണ്ടെത്തി. അടുത്തിടെ എന്തോ അവിടെയിട്ട് കത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളും ലഭിച്ചു. ധാരാളം എല്ലിംഗ് കഷ്ണങ്ങളായിരുന്നു ആ ഫയർ പിറ്റിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചത്. ആ എല്ലിംഗ് കഷ്ണങ്ങൾ മനുഷ്യന്റെയാണോ മൃഗങ്ങളുടെയാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചെറിയ ചെറിയ തുണ്ടുകളാക്കിയിരുന്നു. ഉടനെ തന്നെ ആ എല്ലിംഗ് കഷ്ണങ്ങൾ മുഴുവൻ പോലീസ് കളക്ട് ചെയ്യുകയും ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തു. ഫോറൻസിക് ആന്ത്രോപോളജിസ്റ്റായ ഡോക്ടർ സൂസനാണ് ആ ബോൺസ് പരിശോധിച്ചത്. ഡോക്ടർ സൂസന്റെ പരിശോധനയിൽ അത് ഹ്യൂമൻ ബോൺസ് ആണെന്ന് കണ്ടെത്തി. അതുപോലെ പെൽവിക് ബോൺസ് വെച്ച് മരിച്ചിരിക്കുന്നത് അധികം പ്രായമൊന്നുമാവാത്ത സ്ത്രീയാണെന്നും തിരിച്ചറിഞ്ഞു. ഇതോടെ ഡൊണാൾഡ് ബ്ലം ഒരു സ്ത്രീയെ ഫയർ പിറ്റിലിട്ട് കത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി. ആ സ്ത്രീയുടെ ബോൺസ് തീയിൽ വളരെ നേരം കിടന്നതിനാൽ തന്നെ DNA കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി ആ ഫയർ പിറ്റ് മുഴുവൻ പോലീസ് ഒന്നുകൂടി അരിച്ചുപെറുക്കി പരിശോധിക്കാൻ തീരുമാനിച്ചു. കാരണം മരിച്ചത് കാറ്റി പോയറാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോവില്ല. ഇത്തരത്തിൽ ആ ഫയർ പിറ്റിൽ നടത്തിയ പരിശോധനയിൽ മരിച്ച സ്ത്രീയുടേതാണെന്ന് കരുതുന്ന ഒരു പല്ല് ലഭിച്ചു. ആ പല്ല് ലഭിച്ചതോടെയാണ് ഈ കേസിന്റെ കുരുക്കഴിഞ്ഞത്. ഫയർ പിറ്റിൽ നിന്ന് ലഭിച്ച പല്ല് ക്യാവിറ്റി വന്ന് കേടുവന്നത് കാരണം പോടടച്ചിട്ടുള്ള പല്ലാണ്. പോടടയ്ക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ആ പല്ലിൽ വ്യക്തമായി കാണാമായിരുന്നു. ഫോറൻസിക് ടീം ആ മെറ്റീരിയൽ പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ സിർക്കോണിയം, സിലിക്കൺ ഇവ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പല്ലിന്റെ പോടടയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമായി. സാധാരണയായി ഡെന്റിസ്റ്റുകൾ പല്ലിന്റെ പോടടയ്ക്കാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു മെറ്റീരിയലാണ്. ഇവിടെ പുതിയൊരു മെറ്റീരിയൽ ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല. അതറിയുന്നതിനു വേണ്ടി പോലീസ് കാറ്റി പോയറിന്റെ ഡെന്റിസ്റ്റിനെ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽഡ് മൊഴിയെടുക്കുകയും ചെയ്തു. ആ ഡെന്റിസ്റ്റിന്റെ വെളിപ്പെടുത്തലാണ് കേസിൽ പ്രധാനപ്പെട്ട വഴിത്തിരിവ് കൊണ്ടുവന്നത്. കാറ്റി മിസ്സിംഗ് ആവുന്നതിന് 2 ആഴ്ച മുൻപാണ് അവൾ പല്ലിന്റെ പോടടയ്ക്കുന്നതിനു വേണ്ടി തന്റെ ക്ലിനിക്കിൽ വന്നത് എന്നും 3M എന്ന കമ്പനി നിർമ്മിച്ച ഇതുവരെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ലാത്ത റിലെ എക്സാർക്ക് എന്ന ബ്രാൻഡിങ്ങിലുള്ള മെറ്റീരിയലാണ് പോടടയ്ക്കാനായി താൻ ഉപയോഗിച്ചത് എന്നുമായിരുന്നു ഡെന്റിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ. ഉടനെ തന്നെ 3M കമ്പനിയിലെത്തിയ പോലീസ് റിലെ എക്സാർക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെക്കുറിച്ച് അന്വേഷിച്ചു. സിർക്കോണിയവും സിലിക്കണുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
പക്ഷേ റിലേ എക്സാർക്ക് ഇതുവരെ മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല എന്നും ഡെന്റിസ്റ്റുകൾക്ക് സാമ്പിളായി മാത്രമേ കൈമാറിയിട്ടുള്ളൂ എന്നുമാണ് 3M കമ്പനിയിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ച വിവരം. കാറ്റി പോയറാണ് റിലേ എക്സാർക്കിന്റെ ഫില്ലർ ഉപയോഗിച്ച് ആദ്യമായി പല്ലിന്റെ പോടടച്ചിരിക്കുന്നത്. ഇതോടെ ആ ഫയർ പിറ്റിൽ വെച്ച് ഡൊണാൾഡ് കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് കാറ്റി പോയറിന്റെ ശരീരം തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതേസമയം ഡൊണാൾഡ് ബ്ലോമിന്റെ പേരിൽ ഒരു വൈറ്റ് കളർ പിക്കപ്പ് ട്രക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ സംഭവിച്ച ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം രേഖകളിൽ വൈറ്റ് കളർ പിക്കപ്പ് ട്രക്ക് എന്നായിരുന്നുവെങ്കിലും ആ വാഹനം യഥാർത്ഥത്തിൽ ബ്ലാക്ക് കളറായിരുന്നു. രേഖകളിൽ വൈറ്റ് കളർ എന്ന് കിടന്നതുകൊണ്ടാണ് കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ഡൊണാൾഡ് ബ്ലോമിന്റെ പേര് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. ഡൊണാൾഡിനെതിരെ ധാരാളം തെളിവുകൾ ലഭിച്ചതോടെ കാറ്റി പോയറിനെ കൊന്ന കേസിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. നിരന്തരമായുള്ള ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ 1999 സെപ്റ്റംബർ 8 ഡൊണാൾഡ് കുറ്റസമ്മതം നടത്തി. 1999 മെയ് 26 മ്യൂസ് ലേക്ക് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നും കാറ്റിയെ കടത്തിക്കൊണ്ടുപോയ ഡൊണാൾഡ് അവളെയും കൊണ്ട് നേരെ പോയത് അയാളുടെ ഉടമസ്ഥതയിലുള്ള വെക്കേഷൻ ഹോമിലേക്കാണ്. അവിടെ വെച്ച് കാറ്റിയെ റേപ്പ് ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തുകയും ഡെഡ് ബോഡി ഫയർ പിറ്റിലിട്ട് കത്തിക്കുകയുമായിരുന്നു. പിന്നീട് സ്കെൽട്ടൺ റിമെയിൻസ് മറ്റു പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ബാക്കി വന്ന എല്ലിൻ കഷ്ണങ്ങളാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയതും അത് പിന്നീട് ഡൊണാൾഡിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതും. ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയ കോടതി ഡൊണാൾഡ് ബ്ലോമിന്റെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററി എല്ലാം പരിഗണിച്ച് ആജീവനാന്ത കാലത്തേക്ക് ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. ശിക്ഷാ കാലയളവിൽ ഒരു പരോൾ പോലും അനുവദനീയമല്ല. 2023 ജനുവരി 10 ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡൊണാൾഡ് ജയിലിൽ വെച്ച് മരണപ്പെട്ടു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ. ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് 2.0 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.